ഇന്നത്തെ വചനചിന്ത ദൈവത്തിന് വിടിവിക്കുവാൻ കഴിയും. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കൾ തീച്ചൂളയുടെ അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത്? തീച്ചൂളയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആരെന്നെ ഇതിൽ നിന്ന് വിടിവിക്കുമെന്ന് ഓരോ നിമിഷം ഓർത്ത് ഭാരപ്പെടുമ്പോൾ ഓർക്കുക, താങ്കൾ കടന്നു പോകുന്ന അവസ്ഥയെ കാണുന്ന യേശുവുണ്ട്. താങ്കളെ കർത്താവ് തീച്ചൂളയിലൂടെ കടത്തിവിടുമ്പോൾ തീച്ചൂളയുടെ അവസ്ഥയിലും കൈവിടാത്ത കർത്താവ് താങ്കളുടെ കൂടെയുണ്ട്. തീച്ചൂളയിലൂടെ കടന്നു പോകുന്നത് നശിപ്പിക്കുവാനല്ല, താങ്കളെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. ഒരു സ്വർണത്തെ തീയിലൂടെ കടത്തിവിടുമ്പോൾ അവയുടെ അശുദ്ധിയെല്ലാം മാറി ശുദ്ധമായ പൊന്നായി പുറത്തു വരുന്നത് പോലെ താങ്കൾ അനുഭവിക്കുന്ന രോഗം, കഷ്ടത, പരാജയം, നീണ്ട നഷ്ടങ്ങൾ താങ്കളെ തകർക്കുവാനല്ല, താങ്കളെ പണിതെടുത്ത് വിലയുള്ള പൊന്നാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഭക്തനായ യോസഫ് അനേക സംവത്സരം കഷ്ടതയിലൂടെ കടന്നുപോയി, കാരാഗൃഹത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയി. ശേഷം മിസ്രൈമിൽ മിസ്രൈമിലെ ഭക്ഷ്യവകുപ്പിൻ്റെ മന്ത്രിയായി. മിസ്രൈമിലെ സകല അധികാരവും നൽകി. ഭക്തനായ യോസഫിനെ മിസ്രൈമിൽ രണ്ടാമനാക്കി ദൈവം ഉയർത്തി. ഭക്തനായ ദാനിയേലിൻ്റെ ജീവിതം പരിശോധിച്ചാൽ ദാനിയേൽ കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നു ചെന്നുവെങ്കിലും ഇരട്ടി ശക്തിയോടുകൂടെ മടങ്ങി വന്നു. ഭക്തനായ ദാവീദ് വനാന്തരത്തിൽ ആരും അറിയാതെ ഒറ്റപ്പെട്ടു ആടുകളെ മേയ്ക്കുമ്പോൾ ഭക്തനായ ദാവീദ് അനുഭവിച്ച കഷ്ടത മറ്റാരും കണ്ടില്ല, അപ്പൻ കണ്ടില്ല, സഹോദരങ്ങൾ കണ്ടില്ല. ഭക്തനായ ദാവീദിൻ്റെ വനാന്തര ജീവിതം അപ്പൻ മറന്നു, സഹോദരങ്ങൾ മറന്നു. എന്നാൽ മറക്കാത്ത ദൈവം ഇടയച്ചെറുക്കനായ ഭക്തനായ ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി മാറ്റി. വചനം ശ്രവിക്കുന്ന താങ്കൾ ആരും അറിയാതെ ഒറ്റപ്പെട്ട് ഭാരപ്പെട്ട് കണ്ണുനീരോടുകൂടെ കഷ്ടതയുടെ കൂടെ കടന്നു പോകുമ്പോൾ ഓർക്കുക, താങ്കളെ വിടിവിക്കുന്ന യേശു താങ്കളുടെ കൂടെയുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിൽ ഈ നിമിഷം പൂർണ്ണമായി ആശ്രയിക്കുക. എബ്രായ ബാലന്മാരായ ശദ്രക്, മേശക്, അബേദ്നെഗോവിനെ തീച്ചൂളയിലൂടെ കടത്തിവിടാതെ തന്നെ ദൈവത്തിന് വിടിവിക്കുവാൻ കഴിയുമായിരുന്നു. എന്നിട്ടും അവരെ തീച്ചൂളയുടെ അവസ്ഥയിലൂടെ കടത്തിവിട്ടത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കും വരെ അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇറങ്ങി വന്ന് വിടിവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മറ്റുള്ളവർ മുഴുവൻ കാണുവാനും സാക്ഷ്യം പറയുവാനും അത്രയും. ഇന്ന് താങ്കൾ തീച്ചൂളയുടെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണോ? താങ്കൾ തീച്ചൂളയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ശോഭയോടുകൂടെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ചില പ്രതീക്ഷിക്കാത്ത ശോധനകൾ കടന്നു വരുന്നത്. താങ്കൾ അനുഭവിക്കുന്ന തീച്ചൂള അനുഭവം കടന്നു വരുന്നത് കർത്താവ് അറിയുന്നുണ്ട്. എബ്രായ ബാലന്മാരെ തീച്ചൂളയിൽ അവസാനിപ്പിക്കുവാൻ നോക്കിയപ്പോൾ എബ്രായ ബാലന്മാർ തീച്ചൂളയിൽ അവസാനിച്ചില്ല. ദാനിയേലിനെ സിംഹക്കുഴിയിൽ അവസാനിപ്പിക്കുവാൻ നോക്കിയപ്പോൾ ഭക്തനായ ദാനിയേൽ സിംഹക്കുഴിയിൽ അവസാനിച്ചില്ല. ഭക്തനായ ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് വിടുവിച്ച ദൈവമുണ്ട്. ഭക്തനായ ദാവീദിനെ വനാന്തരത്തിൻ്റെ അവസ്ഥയിൽ അവസാനിക്കുമെന്ന് കരുതിയപ്പോൾ ദൈവം വനാന്തരത്തിൽ നിന്ന് ഭക്തനായ ദാവീദിനെ വിളിച്ചു വേർതിരിച്ച് അഭിഷേകം ചെയ്ത് ഇസ്രായേലിനെ രാജാവാക്കി മാറ്റി. ഇസ്രായേൽ ജനം ചെങ്കടലിലോ മരുഭൂമിയിലോ യോർദാനിലോ എരികോവിലോ അവസാനിച്ചില്ല. അവരുടെ മേലുള്ള വാഗ്ദത്തം വലുതായിരുന്നു. ലാസർ മരിച്ചു, കല്ലറയിൽ അവസാനിച്ചില്ല. കല്ലറയിൽ നിന്നും ലാസറെ പുറത്തുവായി എന്ന് വിളിച്ചപ്പോൾ ലാസർ പുറത്തിറങ്ങിയതുപോലെ കർത്താവിൻ്റെ ഒരു വാക്കു മതി. പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ കരം ചലിക്കുമ്പോൾ വലിയ വിടുതൽ അനുഭവിപ്പാൻ സാധിക്കും. വചനം ശ്രവിക്കുന്ന സഹോദര സഹോദരി, പലരുടെയും വാക്ക് കേട്ട് മുന്നോട്ടുള്ള യാത്രയിൽ മടുപ്പിൻ്റെ അനുഭവം കടന്നു വരാറില്ലേ? മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ ക്ഷീണം, തളർച്ച ഇവയൊക്കെ വരാറില്ലേ? എന്നാൽ ദൈവത്തിൻ്റെ വാക്കിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടെ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായാൽ താങ്കൾക്കായി ദൈവം വീര്യപ്രവൃത്തികൾ ചെയ്യുവാനിടയാകും. ഗോലിയാത്തിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ ദാവീദ് ഉറച്ചു നിന്നപ്പോൾ ഭക്തനായ ദാവീദിൻ്റെ മുമ്പിൽ ഗോലിയാത്തിനെ ദൈവം വീഴിച്ചുവെങ്കിൽ താങ്കളുടെ മേലും ശത്രു കൊണ്ടിടുന്ന ആയുധമൊന്നും ഭരിക്കത്തില്ല. ശത്രുക്കൾ താങ്കളുടെ മുന്നിൽ തകർന്നു വീഴുവാനിടയാകും. മതിൽ പണി പൂർത്തീകരിക്കാതിരിക്കുവാൻ വെല്ലുവിളിക്കുന്നവരുടെ മുമ്പിൽ നെഹമ്യാവിന് ദൈവം തല ഉയർത്തിയെങ്കിൽ, നെഹമ്യാവിനെ കൊണ്ട് ഇടിഞ്ഞു കിടന്ന മതിലിനെ പണിയിച്ചുവെങ്കിൽ, വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവത്തിനായി ഉറച്ചു നിൽക്കുക. ദൈവത്തിനായി ഉറച്ചു നിൽക്കുന്ന മക്കൾക്കായി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഏത് സാഹചര്യത്തിലും
ദൈവത്തിന് താങ്കൾ വിടുവിക്കുവാൻ പദ്ധതിയുണ്ടാകിയാൽ യേശുവിൽ ആശ്രയിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.